അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞണ്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞണ്ടിപ്പോൾ നന്നായിട്ട് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്കത് ഒന്ന് നന്നാക്കി എടുക്കാം. ആ ടൈമിൽ കറിക്ക് ആവശ്യമുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പൊന്നുള്ള ഞണ്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ പരിശ്രമത്തിനൊടുവിൽ ഞണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഒടിച്ച് എടുത്തിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി, അതിനുശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നി, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിയിൽ കുറച്ച് പുളിക്കായിട്ട് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുടംപുളി ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവിയിലേക്ക് ഈ പുളിയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞണ്ട് റോസ്റ്റ് റെഡിയാണ്.